This year, Christmas celebrations are cancelled in Bethlehem, and for obvious reasons. It's impossible to celebrate while our people in Gaza are going through a genocide. ക്രിസ്മസിന് വിളക്കുകളും വർണ്ണാലങ്കാരങ്ങളും കരോളുകളുമില്ലാതെ ബത്ലഹേം. ഗസയിൽ രക്തം തളം കെട്ടി നിൽക്കുമ്പോൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ് ഫലസ്തീനിലെ ക്രിസ്ത്യൻ സമൂഹം. ഈ സാഹചര്യത്തിൽ യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ ദീപാലങ്കാരങ്ങളോ വർണ്ണവിളക്കുകളോ നക്ഷത്രാലങ്കാരങ്ങളോ ഉണ്ടാകില്ലെന്ന് പുരോഹിതരും നേതാക്കളും ഒരുമിച്ച് തീരുമാനമെടുത്തതായാണ് റിപ്പോർട്ട്. യേശുവിന്റെ ജന്മദേശം എന്നതിനൊപ്പം ബത്ലഹേമിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ കേന്ദ്രമായ മെയ്ഞ്ചർ സ്ക്വയറിലും ക്രിസ്മസ് ആഘോഷ ദീപാലങ്കാരമുണ്ടാകില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് മെയ്ഞ്ചർ ചത്തുരം ക്രിസ്മസ് കാലത്ത് ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാതിരിക്കുന്നത്. ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ബത്ലഹേമിലെ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ചിൽ കഫിയയിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിനെ പ്രതീകാത്മകമായി ഒരുക്കിയിരുന്നു. പുൽക്കൂടിന് പകരം തകർന്ന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് കഷ്ണങ്ങളും അവയ്ക്കുള്ളിൽ ഫലസ്തീനികളുടെ പരമ്പരാഗത വസ്ത്രമായ കഫിയയിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിനെയുമായിരുന്നു പ്രതീകാത്മകമായി ചിത്രീകരിച്ചത്. ഈ വർഷം പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയതായും പകരം പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ചിലെ പുരോഹിതൻ മുൻതർ ഐസക് പറഞ്ഞു. പൊതു ആഘോഷ പരിപാടികൾ റദ്ദാക്കുന്നതായി ക്രിസ്ത്യൻ നേതാക്കളും മുനിസിപ്പൽ അധികാരികളും അറിയിച്ചിരുന്നു. ക്രിസ്മസിനിടെ അനാവശ്യമായ ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ജെറുസലേമിലെ സഭാ നേതാക്കളും വൈദികരും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്.